ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ മിസൈൽ ആക്രമണം ശക്തമാണ്. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ഇസ്രയേൽ സൈന്യം ആക്രമിച്ചു. ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ അമേരിക്കയും ഭാഗമായി. അമേരിക്കൻ സൈനിക വിമാനങ്ങൾ യൂറോപ്പിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി. സ്പെയിൻ, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങളിലേക്കാണ് വിമാനങ്ങൾ എത്തിയത്. ഇറാനോട് കീഴടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ആയത്തുള്ള അലി ഖമേനിയെ ഉടൻ വധിക്കില്ലെന്ന് അമേരിക്ക ആവർത്തിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു. ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് അമേരിക്കയും ഇസ്രയേലും ആവശ്യപ്പെട്ടു. അതേസമയം ഖമേനിയുടെ കൈകളിൽ നിന്ന് ഇറാന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന് ഇറാനിയൻ കിരീടാവകാശി റസ പലവിയും വ്യക്തമാക്കി. جمهوری اسلامی به پایان خود رسیده و در حال سقوط است. خامنه‌ای همچون موشی هراسان زیر زمین پنهان شده و کنترل اوضاع را از دست داده است. آنچه آغاز شده برگشت ناپذیر است. آینده روشن است و ما با هم از این پیچ تند تاریخ عبور خواهیم کرد. در این روزهای دشوار دل من با همه شهروندان بی‌دفاعی است که آسیب دیدند. വിവരങ്ങളുമായി ഐസൻ ജോസഫും ചേരുന്നു. ഐസൻ, ഇറാനുമേൽ തീമഴ പെയ്യിക്കുകയാണ് ഇസ്രയേൽ. ഇപ്പോൾ കൂട്ടിന് അമേരിക്കയും ചേരുന്നു. ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു, ഞങ്ങളും യുദ്ധത്തിൽ കക്ഷി ചേരുന്നുവെന്ന്. ഇനി ഇറാന്റെ അവസ്ഥ എന്താണ്? പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാനുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അമേരിക്ക വളരെ കൃത്യമായി പറയുന്നത് ഇറാനോട് പിന്തിരിയാൻ നിബന്ധനകളില്ലാതെ അല്ലെങ്കിൽ മറ്റു ഉപാധികളില്ലാതെ കീഴടങ്ങണമെന്ന ഒരു ആവശ്യമാണ് ഇറാനോട് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും അത് നമുക്ക് വായിച്ചെടുക്കാവുന്നത് ഇസ്രായേലുമായി സഖ്യം ചേർന്നുള്ള ആക്രമണത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നു അല്ലെങ്കിൽ സംഭവവികാസങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടി ഔദ്യോഗികമായ ഒരു യുദ്ധപ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നിലവിലെ സാഹചര്യത്തിൽ വ്യാഖ്യാനിക്കാവുന്ന സാഹചര്യങ്ങളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ശക്തമായ ഒരു ആക്രമണത്തിനുള്ള നീക്കങ്ങൾ അമേരിക്ക തയ്യാറാക്കുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ എത്തുന്നു. അത് സ്കോട്ട്ലൻഡിലും അതുപോലെ തന്നെ സ്പെയിനിലും ഒക്കെയായി അത് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതായത് റീഫ്യൂലിങ്ങിനുള്ള സംവിധാനം, അതായത് മിഡ് എയർ റീഫ്യൂലിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന വായുവിൽ നിന്ന് തന്നെ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു വിമാനങ്ങളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് 30ഓളം വിമാനങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ വിമാനങ്ങൾ എത്തുന്നതായി വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത്തരം വലിയ തോതിൽ വിമാനങ്ങൾ, അതായത് റീഫ്യൂലിംഗ് വിമാനങ്ങൾ എത്തുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു യുദ്ധ കപ്പൽ ഈ മേഖല ലക്ഷ്യമാക്കി പുതിയ നീക്കം നടത്തുന്നു. അത് വലിയൊരു ഫൈറ്റർ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. 40ഓളം യുദ്ധവിമാനങ്ങൾ സജ്ജീകരിക്കാവുന്ന ഒരു ഫൈറ്റർ സംവിധാനം ഇപ്പോൾ എത്തിയിരിക്കുന്നു, ആ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അമേരിക്കൻ നാവികസേനയുടെയും അതുപോലെ തന്നെ വ്യോമസേനയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ നിരീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം അമേരിക്കയും യുദ്ധത്തിന്റെ ഭാഗമാകുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല ട്രംപിന്റെ മുന്നറിയിപ്പും ഏറെ പ്രസക്തമാണ് എന്നതും ഏറെ വസ്തുതാപരമായി പരിശോധിക്കുമ്പോൾ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലിനോടൊപ്പം ചേരുന്നു എന്ന് തന്നെ ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ എണ്ണപ്പാടങ്ങളെ കൃത്യമായി കേന്ദ്രീകരിച്ചുകൊണ്ട്, എണ്ണപ്പാടങ്ങളെയും അതുപോലെ തന്നെ ഓയിൽ റിഫൈനറികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം നടന്നത്. മാത്രമല്ല ആണവ കേന്ദ്രങ്ങളും ലക്ഷ്യമിടുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ എണ്ണപ്പാടങ്ങൾ ടെഹ്റാനിൽ വൻതോതിൽ അഗ്നിക്കിരയായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എണ്ണ റിഫൈനറികൾ, 2 പ്രധാന റിഫൈനറികൾ ഇന്ന് 2 ദിവസം മുമ്പ് തന്നെ ആക്രമിച്ചിരുന്നു. അത്തരത്തിലുള്ള ആ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇറാനെ സാമ്പത്തികമായി കൂടി തകർക്കുക എന്ന ലക്ഷ്യം കൂടി ഈ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കുന്നത് കൂടി ഉണ്ടാകും. അതുപോലെ തന്നെ അതായത് നിലവിൽ അമേരിക്കയുടെ ഉപരോധത്തിൽ സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലാണ് ഇറാൻ. ഇനിയിപ്പോൾ സൈനികമായി കൂടി അവരെ ക്ഷീണിപ്പിക്കുക, ഒരു യുദ്ധം താങ്ങാനാവാത്ത അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോവുക, അങ്ങനെ കൂടി ഇറാനെ തകർക്കുക എന്ന തന്ത്രമാണോ ഇസ്രയേലും അമേരിക്കയും മുന്നോട്ട് വയ്ക്കുന്നത്? ഐസനിലേക്ക് വരാം. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ മിസൈൽ ആക്രമണം ശക്തമാണ്. അവരുടെ എണ്ണപ്പാടങ്ങൾ തീമഴ പെയ്യിക്കുന്നു ഇസ്രയേൽ എന്നാണ് വിവരം. അതേസമയം ഇസ്രയേലിനോട് ചേരുകയാണ് അമേരിക്കയും. അമേരിക്ക കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഈ യുദ്ധത്തിൽ കക്ഷി ചേരുന്നു.
എത്രയും പെട്ടെന്ന് ഇറാൻ കീഴടങ്ങണം, ഖമേനി എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ തൽക്കാലം വധിക്കുന്നില്ല. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് കൃത്യമായി ഇറാൻ എതിരെ ഇസ്രയേലിനോട് ചേർന്ന് പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. യൂറോപ്പിൽ വിവിധ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ സൈനിക വിമാനങ്ങൾ എത്തിയെന്ന വാർത്ത വരുന്നു. സ്പെയിനും സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടുമൊക്കെ അവരുടെ താവളങ്ങളിലേക്ക് അവിടെ വിമാനങ്ങൾ എത്തിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇറാൻ എത്രയും പെട്ടെന്ന് കീഴടങ്ങണം, നിങ്ങൾക്ക് ജയിക്കാനാവില്ല എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നതാണ്. ഐസൻ ജോസിലേക്ക് വീണു. ഐസൻ പറഞ്ഞു വന്നത് ഇറാൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് കൂടിയാണ്. അതായത് അമേരിക്കയുടെ ഉപരോധത്തിൽ വല്ലാതെ ഞെരുക്കത്തിലാണ് ഇറാൻ നിലവിൽ. അതുകൂടാതെ ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിൽ കൂടി കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക്, സൈന്യത്തെ ദുർബലമാക്കുക എന്ന അവസ്ഥയിലേക്കൊക്കെ ഇറാൻ പോകുന്നുണ്ട്. അവരുടെ എണ്ണപ്പാടങ്ങൾ കത്തി നശിക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇറാനെ പൂട്ടുകയാണോ ഇസ്രയേലും അമേരിക്കയും? അത്തരത്തിലുള്ളൊരു നീക്കമാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്, പല രീതിയിലുള്ള ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നത്. നേരത്തെ തന്നെ നമുക്കറിയാവുന്ന ഒരു വിഷയമാണ്. എണ്ണ വിൽപ്പനയെ സംബന്ധിച്ചൊക്കെ കർശനമായ നിയന്ത്രണങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാന കാരണം തന്നെ ഈ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ 2 ദിവസം മുമ്പാണ് ആണവ സമ്പുഷ്ടീകരണം തുടർച്ചയായി നടത്തുകയും ആണവായുധ ശേഖരം തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് ഇറാൻ എന്ന കൃത്യമായൊരു നിഗമനത്തിലേക്ക് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി എത്തുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടുത്ത നടപടികൾ അനിവാര്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് ട്രംപ് എത്തുന്നതും ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും കടുത്ത നടപടികൾ ഈ ആണവ സമ്പുഷ്ടീകരണത്തിന്റെ സാഹചര്യത്തിലാണ് ഇറാനെതിരെ തുടരുന്നത് എന്നാണ് നിലവിൽ സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള ആണവ ശേഖരം ഇറാൻ സംഭരിക്കുന്നത് ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ കടുത്ത ആക്രമണത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ ആക്രമണം അതിശക്തമായി തുടരുകയും ടെഹ്റാനിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകുന്നു. അത്തരത്തിലുള്ള വലിയ തോതിലുള്ള നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു വസ്തുത, UN സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെ ഈ ആക്രമണങ്ങളെ അപലപിക്കുന്നുണ്ട് എങ്കിൽ കൂടി കാര്യമായി ഇസ്രായേലിനെ വിമർശിക്കുന്നതിനോ അല്ലെങ്കിൽ അമേരിക്കയുടെ നടപടികളെ എതിർക്കുന്നതിനോ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിനർത്ഥം തന്നെ ഇത്തരത്തിലൊരു ആണവ ഭീഷണിയായി, പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ഇസ്ലാമിക സ്വഭാവമുള്ള, ഒരു ഫണ്ടമെന്റൽ സ്വഭാവമുള്ള, ഒരു ഭീകര സ്വഭാവമുള്ള രാജ്യമായി ഇറാൻ വളരുകയും അതുപോലെ തന്നെ അതിനോടൊപ്പം അവർക്ക് ആണവായുധ സജ്ജീകരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് വലിയ വെല്ലുവിളി ലോകത്തിന് സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ലോക നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താത്തതും എന്നാൽ നയതന്ത്ര തലത്തിൽ പരിഹരിക്കണമെന്ന നിലപാടുകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ആക്രമണം അതിശക്തമാക്കി തുടരുക എന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ നീക്കം. അതിനെ അമേരിക്കയുടെ കൃത്യമായ പിന്തുണയും ലഭ്യമാകുന്നു എന്നതാണ്. ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് കാനഡയിൽ എത്തി G7 സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഉള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നതിനിടെയാണ് ഇത് സംബന്ധിച്ച ചില സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും യാത്ര വെട്ടിച്ചുരുക്കി അദ്ദേഹം വാഷിംഗ്ടണിൽ തിരിച്ചെത്തുകയും ചെയ്തത്. പിന്നീട് കുറെ നടപടികൾ ഉണ്ടാകും, അത് വെടിനിർത്തൽ മാത്രമായിരിക്കില്ല നടപടികളെന്നും ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കപ്പൽ പുറപ്പെടുന്നതും ഇപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ വിമാനങ്ങൾ എത്തിയതും. നേരത്തെ തന്നെ വിമാനങ്ങൾ എത്തി തുടങ്ങിയിരുന്നു. ഇപ്പോൾ വൻതോതിൽ വിമാനങ്ങൾ പലയിടങ്ങളിലായി ഡിപ്ലോയ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് അമേരിക്ക പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനം തന്നെ ഈ കാരണങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ കടക്കുകയും അതിനെ അമേരിക്ക സൈനികമായി തന്നെ പിന്തുണ നൽകുകയും ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണമായിരിക്കും നടക്കുക, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു നാശമായിരിക്കും ഇറാൻ ഉണ്ടാവുക എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിസ പഹ്ലവിയുടെ ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അദ്ദേഹം രാജകുമാരൻ അല്ലെങ്കിൽ ഒരു കിരീടാവകാശി എന്നതിനപ്പുറം അദ്ദേഹം ഇറാനിൽ ഒരു ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് എലിയെപ്പോലെ ഖമേനി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ ഇറാന്റെ ആധിപത്യം നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ആ ഒരു അധികാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഐസനിലേക്ക് വരാം. ഇപ്പോൾ ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള കൂടി ഒപ്പം ചേരുന്നുണ്ട്. പ്രദീപ് പിള്ള, അതായത് ഇറാനിയൻ കിരീടാവകാശി റസാ പലവി പറയുന്നത് ഖമേനിയുടെ കൈകളിൽ നിന്ന് ഇറാൻ്റെ നിയന്ത്രണം നഷ്ടമായി എന്നാണ്. നമ്മൾ ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അതായത് ഇറാനിൽ ഇപ്പോൾ ഖമേനിയുടെ ചിത്രങ്ങൾ കത്തിക്കുന്നതും ഖമേനിയുടെ ഫ്ലെക്സ് ബോർഡുകൾ കീറിക്കളയുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ കാണാറുണ്ട്. അതായത് ഇറാനുള്ളിൽ
ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്ന അവസ്ഥ നിലവിലുണ്ട്. ഖമേനിയുടെ ജനപ്രീതി ഇടിയുന്നുണ്ട് വല്ലാതെ. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഒരു കലാപമുണ്ടാക്കി ഖമേനി അവസാനിപ്പിക്കുക എന്ന തന്ത്രമാണോ അമേരിക്കയുടെ തൽക്കാലം ഖമേനിയെ വധിക്കുന്നില്ല എന്ന പ്രസ്താവനയ്ക്കുള്ളിലുള്ളത്? എന്താകും ഖമേനിയുടെ ഭാവി? VS കൃഷ്ണരാജ് പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഒരു സാധ്യത. ഒരു ഭാഗത്ത് ട്രംപിന്റെ ഭാഗത്തു നിന്നോ US ഭാഗത്തു നിന്നോ വ്യക്തമായ സൂചനകൾ ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ട് നേരത്തെ ഐസ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാനവാഹിനി കപ്പലുകളും യുദ്ധ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കർ വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അടുപ്പിച്ചു. യൂറോപ്പിലെ വിവിധ താവളങ്ങളിലേക്ക്, ഡിഗുഗാഷി അടക്കമുള്ള താവളങ്ങളിലേക്ക് സൈനിക സന്നാഹം അടുപ്പിക്കുന്നു, സമ്മർദ്ദം കൂട്ടുന്നു. രണ്ട് വളരെ വ്യക്തമായി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എവിടെയുണ്ട് ഖമേനി എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. തൽക്കാലം നിങ്ങൾ സേഫാണ്, നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾ നമുക്ക് അനായാസമായ ലക്ഷ്യമാണ്, അനായാസം ഈസി ടാർഗറ്റ് ആണ്, പക്ഷെ തൽക്കാലം വധിക്കുന്നില്ല. ഇതുവഴി ഒരുക്കുന്നത് ഒന്നൊരു സമ്മർദ്ദ സാഹചര്യം, രണ്ട് ഇത് ജയിക്കാനാവാത്ത യുദ്ധമാണെന്ന് ഇറാൻ ജനതയെ ബോധ്യപ്പെടുത്തുക, ഇറാനിലെ വിമതരെ ബോധ്യപ്പെടുത്തുക, വിമതരെ ശക്തിപ്പെടുത്തുക. പല ഇടങ്ങളിലും അമേരിക്ക പയറ്റിയിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ്. ഇതിനിടയിലാണ് ശ്രദ്ധേയമായി ഇറാന്റെ കിരീടാവകാശി പാലാവി രംഗത്തുനിന്ന്. റെസ പാലാവിയുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ഒന്ന്, അദ്ദേഹം നേരിട്ട് ഖമേനിയെ കുറ്റപ്പെടുത്തുന്നു, നിങ്ങളുടെ യുദ്ധക്കൊതി മൂലം പൊലിഞ്ഞത് ഒട്ടേറെ ജീവനുകൾ. രണ്ട്, ഖമേനിയെ അദ്ദേഹം വല്ലാതെ പരിഹസിക്കുന്നു. മാളത്തിൽ ഒളിച്ച എലി എന്നാണ് റെസ പാലാവി ഇറാന്റെ പരമോന്നത നേതാവിനെ വിശേഷിപ്പിച്ചത്. ഇതിന് ഒരു കാരണമുണ്ട്. ഇവിടെ യുദ്ധം കടുക്കുമ്പോൾ, ഇസ്രയേൽ ആക്രമണം ശക്തമായപ്പോൾ ആദ്യം ചെയ്തത് അയത്തുള്ള ഖമേനിയെ ഒരു സുരക്ഷിത താവളത്തിലേക്ക് മാറ്റുകയാണ്. അത് ഭൂമിക്കടിയിലാണ്, ഭൂഗർഭ അറയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ആക്രമണത്തിന് ശക്തി കൂടിയപ്പോൾ, ടെഹ്റാന് മുകളിൽ തീമഴ പെയ്തപ്പോൾ കുറെ കൂടി സുരക്ഷിതമായ താവളത്തിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളും എന്നുള്ള വാർത്തകളും പുറത്തു വന്നു. അപ്പോൾ അദ്ദേഹം ഒളിച്ചിരിക്കുന്നു എന്നുള്ള, ഭീരുവായ ഒരു നേതാവാണ് എന്നുള്ള വ്യക്തമായ പരിഹാസം, വിമർശനം ഒരു ഭാഗത്ത് ഉയർന്നു. രണ്ട്, ഇതൊരു പരസ്യമായ രഹസ്യമാണ്. ഇറാൻ ജനത, ഇറാനിലെ സൈന്യത്തെ, ഈ ഖമേനി നിയന്ത്രിക്കുന്ന ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോറും അതിന്റെ വിവിധ വിഭാഗങ്ങളും, അതിന്റെ സിവിലിയൻ വിഭാഗമുണ്ട്, അതിന്റെ കുഡ്സ് വിഭാഗമുണ്ട്, ഇതിന്റെയൊക്കെ നിയന്ത്രണത്തിൽ അടിച്ചമർത്തപ്പെട്ട് കഴിയുന്നത് കൊണ്ടാണ് ഒരു കാലത്ത് സാംസ്കാരികമായി വസന്തം വിടർന്നിരുന്ന ഒരു രാഷ്ട്രം, അതിന്റെ ജനത ഖമേനിയുടെ ഈ മതപരമായ അല്ലെങ്കിൽ ആ ഒരു കൂട്ടം മത നേതാക്കന്മാരുടെ, പുരോഹിതന്മാരുടെ നിർദ്ദേശമനുസരിച്ച്, അവരുണ്ടാക്കിയ ചട്ടക്കൂടിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അവിടെ അവർക്ക് പറയാൻ സ്വാതന്ത്ര്യമില്ല. പുറം രാജ്യങ്ങളിൽ ജീവിക്കുന്ന, മറ്റു രാജ്യങ്ങളിൽ ജീവിക്കുന്നവർ അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നു, പരസ്യമായി പ്രകടനം നടത്തുന്നു. ഇറാനെതിരായും ഖമേനിക്കെതിരായും ഇസ്രയേലിന് അനുകൂലമായും നെതന്യാഹുവിന്റെ ചിത്രങ്ങൾ സഹിതം ആഹ്ലാദ പ്രകടനം നടത്തുന്നു, ഐക്യദാർഢ്യ പ്രകടനം നടത്തുന്നു. മറുഭാഗത്ത് ഇറാനിൽ പലപ്പോഴായി പ്രതിഷേധമുണ്ടായിട്ടുണ്ട്, പലപ്പോഴായി ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അടിച്ചമർത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഖമേനിയുടെ പിടിയായിരുന്നു. ഈ ഭരണകൂടം വീഴാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ചിത്രം തെളിയുന്നു. ഒപ്പം തന്നെ യുദ്ധത്തിൽ തകരുമെന്നുള്ള സൂചന വന്നപ്പോൾ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. ഷാജ് പറഞ്ഞതുപോലെ തന്നെ പലയിടത്തും ഖമേനിയുടെ ചിത്രം കത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ഒരു സാധാരണ അവസ്ഥയിൽ എന്ന് വെച്ചാൽ ഇറാനെ സംബന്ധിച്ച് ഖമേനി പിടിമുറുക്കിയിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ വധശിക്ഷ പോലെ കിട്ടാവുന്ന കുറ്റമാണ് ഈ കാണുന്നത്. ഇതിനൊപ്പിച്ചാണ് US നീക്കം. തങ്ങളുണ്ട് എന്നുള്ള വ്യക്തമായ സൂചന നൽകുകയും നിരുപാധികം കീഴടങ്ങൂ എന്ന് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തത്. അതായത് ഖമേനി ദുർബലനായി കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുത്തുക, ഇറാൻ ജനതയെ ബോധ്യപ്പെടുത്തുക, അതിലൂടെ ഇറാനിൽ അസ്ഥിരതയുണ്ടാക്കുക, അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഇതിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചത്, ഈ നിങ്ങൾ എവിടെയുണ്ട് എന്ന് നമുക്കറിയാം, ഞങ്ങൾക്ക് വളരെ അനായാസം നിങ്ങളെ വധിക്കാൻ ഞങ്ങൾക്ക് കഴിയും, തൽക്കാലം അതിന് കഴിയുന്നില്ല എന്നതിലൂടെ അവിടുത്തെ ജനതയ്ക്ക്, അവിടെ ഒരു കാലത്ത് നിലനിന്നിരുന്ന ഒരു സംവിധാനം,
അതിലേക്ക് കൊണ്ടുപോവുക. അവിടെ വ്യക്തമായി രാജ്യത്തിനുള്ളിൽ തന്നെ ഒരു അപ്രൈസിംഗ്, ഒരു കലാപം, ഈ ഭരണത്തിനെതിരായ ഒരു നീക്കം ഉണ്ടാവുക. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇത്തരം നേതാക്കൾ പലപ്പോഴും ഏകാധിപതികൾ, അതല്ലെങ്കിൽ ജനപിന്തുണ ഇല്ലാതെ അധികാരം പിടിച്ചു വെച്ചിരിക്കുന്ന നേതാക്കൾ പരാജയം മുന്നിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവവികാസം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒളിച്ചോടുക എന്നുള്ളതാണ്, പലായനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെയുള്ള സൂചനകൾ പല ഉന്നത നേതാക്കളുടെയും പല മതപുരോഹിതന്മാരുടെയും ഭരണത്തിൽ ചുക്കാൻ പിടിച്ചിരുന്നവരുടെയും ഒക്കെ ബന്ധുക്കൾ അടക്കമുള്ളവരെ അവിടെ നിന്ന് സുരക്ഷിത താവളങ്ങളിലേക്ക് നീക്കിക്കഴിഞ്ഞു എന്നാണ്, ഒരു പക്ഷേ രാജ്യത്തിന് പുറത്തേക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമ്മർദ്ദം വരുത്തി ഈ ഖമേനിയുടെ പിടി അയഞ്ഞു. ഖമേനി ദുർബലനാണ്. ഖമേനി നയിക്കുന്ന ഈ മത ആധിപത്യമുള്ള ഭരണകൂടം തകർച്ചയിലേക്കാണെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, വലിയ തോതിൽ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് അടിച്ചമർത്താനുള്ള ഫോക്കസ്, അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഭരണകൂടത്തിനാവില്ല. കാരണം ഇസ്രയേലുമായി തുറന്ന യുദ്ധത്തിൽ ആണിപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് വളരെ കാൽക്കുലേറ്റ് ചെയ്തത്. അതായത് ഒരു മിസൈൽ പോലും നേരിട്ട് അയക്കാതെ, യുദ്ധത്തിൽ നേരിട്ട് ഇറങ്ങാതെ തന്നെ ഇറാനിലെ ഭരണകൂടത്തെ താഴെ ഇറക്കുക. ഒപ്പം അയൽ രാജ്യങ്ങളുമായും അറബ് രാജ്യങ്ങളുമായും മറ്റു യൂറോപ്യൻ, US അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായും സഹകരിച്ചു പോകുന്ന ഒരു ഭരണ സംവിധാനം അവിടെ കൊണ്ടുവരിക എന്നുള്ളത് പ്രദീപുള്ള ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. ഇറാനിൽ വീണ്ടും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. അവരുടെ എണ്ണപ്പാടങ്ങൾ ആളിക്കത്തുന്നു എന്ന വാർത്ത. ഒപ്പം അമേരിക്ക കക്ഷി ചേരുന്നു, ഞങ്ങളുമുണ്ട് ഇസ്രായേലിനൊപ്പം എന്ന് പ്രഖ്യാപിക്കുന്നു.